Our next topic is voltage multipliers. ഹാഫ് വേ റെക്ടിഫയർ, ഫുൾ വേ റെക്ടിഫയറിലൊക്കെ നമ്മൾ കണ്ടത് എ സിയെ ഡി സി ആക്കുന്നതാണ്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഡി സി വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന എ സി വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ തന്നെയായിരുന്നു അല്ലേ? ദാറ്റ് ഈസ് ഫ്രം റെക്ടിഫയേഴ്സ് വി ഒബ്റ്റെയിൻ ഡി സി വോൾട്ടേജ് ഈക്വൽ ടു ദി പീക്ക് വാല്യൂ ഓഫ് ദി എ സി ഇൻപുട്ട് വോൾട്ടേജ്. ഇവിടെ മൾട്ടിപ്ലയേഴ്സിനകത്ത് കപ്പാസിറ്ററുകളും ഡയോഡുകളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെയും എ സി തന്നെയാണ് കൊടുക്കുന്നത്. ഔട്ട്പുട്ടായി കിട്ടുന്നത് ഡി സി തന്നെയാണ്. പക്ഷേ ഔട്ട്പുട്ടായി കിട്ടുന്ന ഡി സിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഔട്ട്പുട്ടായി കിട്ടുന്ന ഡി സി ഇൻപുട്ടായി കൊടുക്കുന്ന എ സിയുടെ പീക്ക് വാല്യൂവിനല്ല ഈക്വൽ ആവുക. പകരം ആ പീക്ക് വാല്യൂവിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് കിട്ടുക. ഇങ്ങനെയുള്ള സർക്യൂട്ടുകളെയാണ് വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് കൺസിസ്റ്റിംഗ് capacitors, diodes in which we obtain output DC voltage as a multiples of the peak values of the input AC voltage. Here diodes also perform rectification, so output voltage will be DC. സപ്പോസ് നമുക്ക് കിട്ടുന്ന ഡി സി വോൾട്ടേജ് കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഡബിൾ ആണെന്ന് കരുതുക. അതായത് കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ വി എം ആണ്. നമുക്ക് കിട്ടുന്ന ഡി സി വോൾട്ടേജ് 2 VM ആണെങ്കിൽ അത്തരം വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സിനെ വോൾട്ടേജ് ഡബ്ലർ എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ഇഫ് ഔട്ട്പുട്ട് ഡി സി വോൾട്ടേജ് ഈസ് twice the peak value of the input AC voltage, such electronic circuit is called voltage doubler. ഇനി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഡി സി വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന എ സി ഇൻപുട്ട് വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂവിൻ്റെ 3 പ്രാവശ്യം 3 ടൈംസ് ആണെങ്കിൽ അതിനെ വോൾട്ടേജ് ട്രിപ്ലർ എന്ന് വിളിക്കാം. നമുക്കിവിടെ വോൾട്ടേജ് ഡബ്ലറിനെ കുറിച്ച് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുള്ളൂ. അത് പഠിച്ചാൽ നമുക്ക് തന്നെ വോൾട്ടേജ് ട്രിപ്പിളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോൾട്ടേജ് ഡബ്ലറാണ്. അതിൻ്റെ സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ലുക്ക് ഇൻ ടു ദ ഫിഗർ. C1, C2 എന്നിങ്ങനെ 2 കപ്പാസിറ്റേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ D1, D2 എന്നിങ്ങനെ 2 ഡയോഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. എ സി ഇൻപുട്ടാണ് കൊടുക്കുന്നത്. ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് 2 ഡയോഡ്സ് വരുന്നതുകൊണ്ട് ഇവിടെ റെക്ടിഫിക്കേഷൻ എല്ലാം നടന്നിട്ട് ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമുക്ക് ഡി സി ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ ഈ കിട്ടുന്ന ഡി സി വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എ സി വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂവിൻ്റെ ഡബിൾ ആയിരിക്കും. കൊടുക്കുന്ന എ സി വോൾട്ടേജ് വി എം ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 2 VM ആയിരിക്കും. ഇനി എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂവിൻ്റെ ഡബിള് ഔട്ട്പുട്ട് ഡി സി വോൾട്ടേജ് ആയിട്ട് കിട്ടുന്നതെന്ന് നോക്കാം. സർക്യൂട്ട് നോക്കുക. ആദ്യം തന്നെ സർക്യൂട്ടിലേക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഡയോഡ് D1 വിൽ ബി ഇൻ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ. സോ അതിലൂടെ സുഖമായിട്ട് കണ്ടക്ഷൻ നടക്കും. സോ കറണ്ട് സുഖമായിട്ട് കടന്നു പോകുന്നതുകൊണ്ട് ഇവിടെ ഡയോഡ് വരയ്ക്കണം എന്നില്ല. ജസ്റ്റ് ഒരു വയർ ഉപയോഗിച്ചിട്ട് ഷോർട്ട് ചെയ്താലും മതി. അതാണ് രണ്ടാമത്തെ ഫിഗറിലായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D2ൻ്റെ ആരോ ഹെഡുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഡയോഡ് D2 വിൽ ബി ഇൻ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ. അതായത് D2 കണ്ടക്ട് ചെയ്യുന്നില്ല. സോ വേണമെങ്കിൽ നമുക്ക് മെയിൻ സർക്യൂട്ടിൻ്റെ രണ്ടാമത്തെ ഭാഗം ഒഴിവാക്കാം. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സർക്യൂട്ട് ഈ സെക്കൻഡ് ഫിഗറിൽ കാണിച്ചതുപോലെയായിട്ട് മാറും. ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് C1 എന്ന കപ്പാസിറ്റർ വിൽ ചാർജ്ഡ് അപ് ടു VM. അതേസമയം C2 ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന കേസാണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത്
D1 will be in reverse biased condition. സോ അത് കണ്ടക്ട് ചെയ്യുന്നില്ല. ആൻഡ് D2 will be in forward biased condition. സോ അത് കണ്ടക്ട് ചെയ്യും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയോഡിലൂടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ആരോ ഹെഡിൻ്റെ ഡയറക്ഷനിലാവും. ഇവിടെ D2 കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് വേണമെങ്കിൽ D2ന് പകരം ഒരു വയർ ഉപയോഗിച്ച് ഷോർട്ട് ചെയ്യാം. ഈ സമയത്തുണ്ടാകുന്ന ഇക്വാലൻറ്റ് സർക്യൂട്ട് ആണ് രണ്ടാമത്തെ ഫിഗറിലായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നതോടെ C1ലുള്ള ചാർജ് VM ആയിട്ട് നിൽക്കുകയാണെന്ന് നമുക്കറിയാം. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മൾ കൊടുക്കുന്ന AC വോൾട്ടേജ് VMഉം കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് VMഉം കൂടി ഒരു സീരീസ് എയ്ഡിങ് വോൾട്ടേജ് ആയിട്ട് ആക്ട് ചെയ്യും. സോ 2 VMഉം കൂടി 2 VM ആയിട്ട് C2 കപ്പാസിറ്ററിൽ ചാർജ് ചെയ്യപ്പെടും. ഇങ്ങനെ C2യിൽ കിട്ടുന്ന 2 VM വോൾട്ടേജ് ലോഡ് റെസിസ്റ്റൻസിന് എക്രോസ് ആയിട്ട് DC ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നു. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ലോഡ് റെസിസ്റ്റൻസിന് എക്രോസ് ആയിട്ട് കിട്ടുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? 2 VM ആയിരിക്കും. വീണ്ടും അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇക്വലൻറ്റ് സർക്യൂട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആയിട്ട് മാറും. C2 കപ്പാസിറ്ററിലുള്ള ചാർജിനെ കപ്പാസിറ്റർ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യും. ബട്ട് ഇതൊരിക്കലും സീറോയിലേക്ക് ഡിസ്ചാർജ് ചെയ്യില്ല. കാരണം ഈ ഡിസ്ചാർജിങ് എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്. സീറോയിലേക്ക് പോകുമ്പോഴേക്കും അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ രീതിയിൽ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ 2 VM ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് DC വോൾട്ടേജ് കിട്ടുന്നു. ഇവിടെ വോൾട്ടേജ് ഡബ്ലറിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ കാണിക്കുന്ന 2 ഗ്രാഫുകളാണ് കാണുന്നത്. ഇൻപുട്ടിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു പീക്ക് വാല്യൂ എത്തുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ 2 VM കിട്ടുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് നമുക്ക് ഗ്രാഫ് കണ്ടാൽ മനസ്സിലാകും കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സീറോയിലേക്ക് പോകുന്നില്ല. അപ്പോഴേക്കും അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അതിനെ 2 VMലേക്ക് ചാർജ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കമ്പാരിറ്റീവ്ലി AC കമ്പോണൻ്റ് കുറവായിട്ടുള്ള ഒരു DC ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതേ രീതിയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് വോൾട്ടേജ് ട്രിപ്ലറിൻ്റെ വർക്കിങ്ങും എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 ഡയോഡും 2 കപ്പാസിറ്ററും യൂസ് ചെയ്ത പോലെ അവിടെ നമുക്ക് 3 ഡയോഡും 3 കപ്പാസിറ്ററും യൂസ് ചെയ്യണം എന്നേ ഉള്ളൂ. ഇനി സെനർ ഡയോഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. ഒന്നാമത്തെ പ്രോബ്ലം നോക്കുക. വാട്ട് വാല്യൂ ഓഫ് സീരീസ് റെസിസ്റ്റൻസ് ഈസ് റിക്വയർഡ് വെൻ 3 10 watt 10 volt 1000 milliampere Zener diodes are connected in series to obtain a 30 volt regulated output from a 45 volt DC power source. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നിങ്ങളതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കണ്ടു. ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? സെനർ വോൾട്ടേജ് VZ = 10 volt എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സെനർ കറണ്ട് 1000 milliampere എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ഇൻപുട്ട് വോൾട്ടേജ് EI = 45 volt എന്നും ഔട്ട്പുട്ട് വോൾട്ടേജ് E0 = 30 volt എന്നും തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ആദ്യം നമുക്ക് വോൾട്ടേജ് അക്രോസ് R കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സെനർ ഡയോഡ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനുള്ള ഇക്വേഷൻ കണ്ടിട്ടുണ്ട്. EI - E0 ആണ് അതിനുള്ള ഇക്വേഷൻ. സോ EIയുടെ വാല്യൂ 45ഉം E0ൻ്റെ വാല്യൂ 30ഉമാണ്. അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 15 volt എന്ന് കിട്ടും. സോ നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. R = EI - E0 / IZ ആണ്. ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് Lൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് IZ മാത്രമേ വരുള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു EI - E0 നമ്മൾ ഓൾറെഡി കണ്ടു, 15 volt ആണ്. IZ നമുക്ക് തന്നിട്ടുണ്ട് 1000 milliampere ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 15 ohm എന്ന് ആൻസറായിട്ട് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക.
Over what range of input voltage will the Zener circuit shown in figure maintain 30 volt across 2000 ohm load, assuming that series resistance R is equal to 200 ohm and Zener current rating is 25 milliampere. ഇവിടെ 30 വോൾട്ട് അക്രോസ് ലോഡ് 2000 ഓം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലോഡ് റെസിസ്റ്റൻസ് 2000 ഓം ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി സീരീസ് റെസിസ്റ്റൻസ് ഈസ് 200 ഓമും തന്നിട്ടുണ്ട്. പിന്നെ സെനർ കറണ്ട് 25 മില്ലി ആംപിയർ ആണ്. നമുക്കറിയാം ഒരു വോൾട്ടേജ് റെഗുലേറ്ററിൽ E0 ഈസ് ഈക്വൽ ടു VZ ആണ്. സോ ഇവിടെ VZ 30 വോൾട്ടേജ് എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ എന്താണ്? ഈ സെനർ ഡയോഡിന് വോൾട്ടേജ് റെഗുലേറ്ററിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നത് ഏത് വോൾട്ടേജ് മുതൽ ഏത് വോൾട്ടേജ് വരെയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കിതിന് വോൾട്ടേജ് റെഗുലേഷൻ ചെയ്യാൻ സാധിക്കുന്ന മിനിമം വോൾട്ടേജും മാക്സിമം ഇൻപുട്ട് വോൾട്ടേജും കണ്ടുപിടിക്കണം. ഇവിടെ വോൾട്ടേജ് റെഗുലേഷൻ ചെയ്യാൻ സാധിക്കുന്ന മിനിമം വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് സെനർ കറണ്ട് IZ 0 ആവും. നമുക്കറിയാം I is equal to IZ plus IL ആണെന്ന് കിർച്ചോഫ് ലോസ് വെച്ചിട്ട്. സോ IZ 0 ആവുമ്പോൾ I is equal to IL ആയിരിക്കും. ദെൻ ലോഡ് കറണ്ട് IL is equal to വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ലോഡ് റെസിസ്റ്റൻസ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ RL ആയിരിക്കും. Therefore I is equal to E0 divided by RL, which is equal to 30 divided by 2000. So നമുക്ക് എന്ത് കിട്ടും? 15 മില്ലി ആംപിയർ എന്ന് കിട്ടും. Therefore മിനിമം ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്ലസ് സീരീസ് റെസിസ്റ്ററിലൂടെ ഡിസിപ്പേറ്റ് ചെയ്തു പോകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആവും. Therefore minimum input voltage is equal to 30 volt plus I is equal to 15 മില്ലി ആംപിയർ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലോഡ് റെസിസ്റ്റൻസ് അല്ല, സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത റെസിസ്റ്റൻസ് 200 ഓം ആണെന്ന് നമുക്കറിയാം. സോ 15 മില്ലി ആംപിയർ ഇൻറ്റു 200 ഓം. സോ 30 പ്ലസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 33 വോൾട്ട് എന്ന് കിട്ടി. ഇനി മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ 25 മില്ലി ആംപിയർ സെനർ കറണ്ട് ആവുന്ന സമയത്തെ ഇൻപുട്ട് വോൾട്ടേജ് ആണ് മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ്. ദാറ്റ് ഈസ് IZ 0 ആവുമ്പോഴാണ് മിനിമം ഇൻപുട്ട് വോൾട്ടേജ് വരിക. സോ IZ മാക്സിമം ആവുമ്പോഴാണ് മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് വരിക. Therefore I is equal to IZ plus IL. ഇവിടെ IZൻ്റെ വാല്യൂ നമ്മൾ 25 മില്ലി ആംപിയർ ആയിട്ടാണ് എടുക്കേണ്ടത്. ILൻ്റെ വാല്യൂ 15 മില്ലി ആംപിയർ. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 40 മില്ലി ആംപിയർ എന്ന് കിട്ടും. Therefore maximum input voltage is equal to output voltage plus സീരീസ് റെസിസ്റ്ററിന് അക്രോസ് ആയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. അപ്പോൾ 30 വോൾട്ട് പ്ലസ് നമുക്ക് 40 മില്ലി ആംപിയർ എന്ന് കിട്ടിയിട്ടുണ്ട്. സീരീസ് റെസിസ്റ്റൻസ് 200 ഓം ആണ്. സോ 30 വോൾട്ട് പ്ലസ് 40 മില്ലി ആംപിയർ ഇൻറ്റു 200 ഓം വിച്ച് ഈസ് ഈക്വൽ ടു 38 വോൾട്ട് എന്ന് കിട്ടി. സോ ഈ സർക്യൂട്ടിൽ വോൾട്ടേജ് റെഗുലേഷൻ ചെയ്യാൻ സാധിക്കുന്ന റേഞ്ച് 33 വോൾട്ട് ടു 38 വോൾട്ട് ആണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. The Zener diode shown in figure has VZ is equal to 18 volt. The voltage across the load stays at 18 volt as long as IZ is maintained between 200 milliampere and 2 ampere. Find the value of series resistance R so that E0 remains 18 volt while input voltage EI is free to vary between 22 volt to 28 വോൾട്ട്. സോ ഇവിടെ VZ 18 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. സെനർ ഡയലൂഡിൽ പോകുന്ന IZ
മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂലം ഉണ്ടാകുന്ന റിവേഴ്സ് കറണ്ടാണ്. 200 മില്ലി ആംപിയറിൻ്റെയും 2 ആംപിയറിൻ്റെയും ഇടയിലാണുള്ളത്. ആ സമയത്ത് ലോഡ് റെസിസ്റ്ററിനകത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് 18 വോൾട്ടാണ്. ദാറ്റ് ഈസ് E0 ഈസ് ഈക്വൽ ടു 18 വോൾട്ട്. ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ. കൂടാതെ ഇവിടെ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ പ്രത്യേകത 22 വോൾട്ട് മുതൽ 28 വോൾട്ട് വരെയാണ് വാരി ചെയ്യാൻ സാധിക്കുക. നമുക്കറിയാം വോൾട്ടേജ് റെഗുലേറ്ററിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു വോൾട്ടേജിന് ഒരു റേഞ്ചായിട്ടാണ് കിട്ടുക നമുക്കറിയാം. സോ ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് VZ-നേക്കാട്ടിലും കൂടുതലാണെന്ന് കാണാം. ദാറ്റ് ഈസ് EI ഗ്രേറ്റർ ദാൻ VZ. സോ സെനർ ഡയോഡ് ഓൺ സ്റ്റേജിലാണ്. സോ VZ തന്നെയാവും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് കിട്ടുക. ദെയർഫോർ E0 ഈസ് ഈക്വൽ ടു VZ ഈസ് ഈക്വൽ ടു 18 വോൾട്ട്. ലോഡ് റെസിസ്റ്റൻസ് RL ഈസ് ഈക്വൽ ടു 18 ഓം എന്ന് തന്നിട്ടുണ്ട്. ലോഡ് കറണ്ട് IL കാണണം. അതിന് ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് E0 ആണ്. സോ വിച്ച് ഈസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് RL. ദാറ്റ് ഈസ് IL ഈസ് ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ RL. E0 എത്രയാണ്? 18 ആണ്. RLും 18 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 ആംപിയർ. ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് 22 വോൾട്ട് മുതൽ 28 വോൾട്ട് വരെ വേരി ചെയ്യാൻ സാധിക്കും. അപ്പോൾ IZ റേഞ്ച് ചെയ്യുന്നത് 200 മില്ലി ആംപിയർ ടു 2 ആംപിയർ വരെയാണ്. സോ ഇവിടെ 22 വോൾട്ട് ആവുന്ന സമയത്ത് IZ 200 മില്ലി ആംപിയർ ആയിരിക്കും. അതുപോലെ 28 വോൾട്ട് ആവുന്ന സമയത്ത് IZ 2 ആംപിയർ ആവും. സോ കിർച്ചോഫ് ലോ പ്രകാരം I ഈസ് ഈക്വൽ ടു IZ പ്ലസ് IL ആണെന്ന് നമുക്കറിയാം. സോ IZൻ്റെ വാല്യൂ 1 ആയിരിക്കും. അതേപോലെ ILൻ്റെ വാല്യൂ എന്താവും? 2 ആയിരിക്കും. സോ രണ്ടും കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് 3 ആംപിയർ എന്ന് കിട്ടും. സോ ഈ I എന്ന് പറയുന്നത് ആറിലൂടെ ഒഴുകുന്ന കറണ്ടാണ്. ഇനി നമുക്ക് സീരീസ് റെസിസ്റ്റൻസ് ആണ് കാണാനുള്ളത്. അതിനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി സെനർ ഡയോഡ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. സീരീസ് റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു EI മൈനസ് E0 ഡിവൈഡഡ് ബൈ IZ പ്ലസ് IL. IZ പ്ലസ് IL നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 3 ആണ്. EIയുടെ വാല്യൂ നമ്മൾ കണ്ടു 28 ആണ്. E0ൻ്റെ വാല്യൂ 18 ആണ്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3.33 ഓം എന്ന് കിട്ടും. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ കുറേ ടോപ്പിക്സും കണ്ടു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇതോടെ ഈ ചാപ്റ്റർ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം.